നമ്മുടെ സിനിമയോട് സർക്കാസം ഉണ്ടോ ആൾക്കാർക്ക്? നീ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് സർക്കാസം ഉണ്ട്. അപ്പൊ ഓഫ് സ്ക്രീനിൽ ഉള്ള സർക്കാസം നമ്മൾ എല്ലാവർക്കും ഉണ്ടല്ലോ. പൊതുവെ മലയാളികൾക്ക് ഉള്ള ഒരു മെയിൻ സാധനം ഈ പുച്ഛവും സർക്കാസവും ഒക്കെ, എല്ലാത്തിനോടും ഉള്ളൊരു സർക്കാസം ഉണ്ട്. എല്ലാത്തിനെയും നമ്മൾ കാണുന്ന രീതിയോട് എല്ലാം അപ്രോച്ചൊക്കെ വേറെ തന്നെയാണ്, പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസ് ആയിക്കോട്ടെ മലയാളികളായിക്കോട്ടെ. അപ്പൊ അത് നമുക്ക് ഇതുപോലെയുള്ള കഥാപാത്രങ്ങളും അല്ലെങ്കിൽ സിനിമയിൽ വരണമെങ്കിൽ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ, അങ്ങനെ ഒരു സാധനം ഇതുവരെ വന്നിട്ടില്ല. ആരും അങ്ങനത്തെ ഒരു കഥയൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇത് പലപ്പോഴും ചോദിക്കുന്ന സംഭവം ഓഫ് സ്ക്രീനിലുള്ള ഹ്യൂമർ അല്ലെങ്കിൽ സാധനം എന്തുകൊണ്ട് സിനിമയിൽ ഇല്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള എഴുത്തും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വന്നാൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ വിഷ്ണു അസാധ്യ കൗണ്ടറും സാധനങ്ങളൊക്കെ പറയുന്നതാണ്. അഖില അതുപോലെ തന്നെ. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഇറക്കിയ നമ്മൾ റീൽ പരിപാടി ഇറക്കിയത് വിഷ്ണുവാണ്. മറ്റേ രജനീകാന്തിന്റെയും കമലഹാസന്റെയും ഇതിട്ടിട്ട് ഇതിലെ ആരെ ഹീറോ ചോദിക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഒരു സാധനം ചെയ്തിരുന്നു. അത് വിഷ്ണുവിന്റെ ഐഡിയ ആയിരുന്നു. അതേ വേറൊരു സാധനം ചെയ്ത അഖിലിന്റെ ഐഡിയ ആയിരുന്നു. ഇതൊക്കെ വേറൊരു രീതിയിലുള്ളൊരു സർക്കാസം ഉണ്ട് അതിനകത്ത്. നമ്മൾ സ്വയം നമ്മൾ ട്രോളുന്ന രീതിയിലുണ്ട്. അതൊരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗുമാണ്. അത് ഭയങ്കര റീച്ച് കിട്ടി. അപ്പൊ സാറെന്ന് പറയുന്നുണ്ടായിരുന്നു, മഞ്ജുച്ചി അടക്കം വിളിച്ചിട്ട് ലൈക്ക് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും കുറെ ആൾക്കാർ അത് എന്ത് ചെയ്തു. അതൊക്കെ അതിലൊക്കെ ഉണ്ട് ഈ പറഞ്ഞ സർക്കാസം.